കർഷക മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട കർഷകരുടെ ബസ് അപകടത്തിൽപ്പെട്ട് 3 പേർക്ക് ദാരുണാന്ത്യമെന്ന വാർത്ത കൂടി വരുന്നു. 3 വനിതാ കർഷകരാണ് മരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. മൂടൽമഞ്ഞാണ് അപകട കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം. നോബിൾ മാരിക്കാരൻ ചേരുന്നു വിശദാംശങ്ങളുമായി. നോബിൾ, അതിശൈത്യമാണ് ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കർഷക സമരത്തിന് പോയവരുടെ മരണം സംബന്ധിച്ച വാർത്ത വരുന്നത്. വിനീത, പഞ്ചാബിലെ ബർണാലയിലാണ് ഈ അപകടം രാവിലെ ഉണ്ടായത്. 36ഓളം വരുന്ന കർഷകരും ഒപ്പം കർഷക നേതാക്കളുമായി ഇന്നിപ്പോൾ കർഷക സംഘടനകൾ നടത്തുന്ന മഹാപഞ്ചായത്ത്, കിസാൻ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് ഇവർ. ഈ വാഹനമാണ്, ഈ ചെറിയ മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മൂടൽമഞ്ഞ് മൂലം ബസ്സിന് നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. ബസ്സിന് അല്പം വേഗതയും കൂടുതലായിരുന്നു എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. 3 വനിതാ കർഷകർക്കാണ് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവർ ഭാരതീയ കിസാൻ യൂണിയൻ ഏകതാ ഉഗ്രാന്റെ പ്രവർത്തകരാണ് എന്നുകൂടിയുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരെ അപകടം ഉണ്ടായി ഉടനെ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ, 36ഓളം പേർ ഇതിനകത്ത് ഈ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കൂടുതൽ ആളുകൾക്കും പ്രാഥമിക ചികിത്സ നൽകി അവരെ മടക്കി അയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മറ്റൊരു വിവരം പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു അപകടം കൂടി ഇന്നിപ്പോൾ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ അപകടം ഉണ്ടായത് ഈ ബട്ടിൻഡയിൽ നിന്ന് അടുത്ത് തന്നെയാണ്. അതായത് ബർണാല ജയിലിന്റെ ഭാഗത്താണ് രണ്ടാമത്തെ അപകടം ഉണ്ടായത്. ഇവിടെ 5 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. 2 മൂടൽമഞ്ഞ് മൂലമാണ്, അതായത് കാഴ്ചാപരിധി കുറഞ്ഞത് മൂലമാണ് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ അപകടം ഉണ്ടാവുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക വിവരം ഉള്ളത്. എല്ലാ കർഷകരും എത്തിയത് ഇന്നത്തെ കർഷക മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ദാരുണമായ സംഭവമാണ് ഉണ്ടായത് എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് മരിച്ച 3 പേരും വനിതകളാണ്. ഈ 3 പേരുടെ പേരുവിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ സർജിത് കൗർ, അതോടൊപ്പം തന്നെ ബൽബീർ കൗർ, ഒപ്പം ജബീർ കൗർ എന്നീ 3 വനിതാ കർഷകരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് വിവരമാണ് കർഷക സംഘടനകൾ പുറത്തേക്ക് വിടുന്നത്. വിനീത, നോബിളാണ് വിശദാംശങ്ങൾ നൽകിയത്.